എന്താണ് ഒരു ടീച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുണ്ടാക്കുവാണ് ഒരു ക്ലാസ്സിൽ എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്നസെന്റ് ഭാഷ പറഞ്ഞാൽ അവർ എന്ത് തേങ്ങ ഉണ്ടാക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് വിദ്യാഭ്യാസം നഷ്ടം ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഒരു ടീച്ചർ എന്താണ് സമൂഹത്തിൽ സംഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുണ്ടാക്കുന്നത് എന്നാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇല്ല, സാലറി ഇൻക്രിമെന്റ് ഒന്നുമില്ല. ഒരു ഒരു ടീച്ചർ ഒരു വർഷം 6 കുട്ടികളെ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിച്ച 6 കുട്ടികൾ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ജോലിക്ക് ചേരുന്നു എന്ന് കരുതുന്നു. അവരുടെ ശമ്പളം ആവറേജ്, അതായത് ജീവിതകാലത്തെ ആവറേജ് 60,000 രൂപയാണെങ്കിൽ ഒരു വർഷം അവർ സമ്പാദിക്കുന്നത് ഒരു 8 ലക്ഷത്തിനടുത്താണ്. ഒരു 40 വർഷം ആ വ്യക്തി ജോലി ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനും ഒന്നും ഇൻട്രസ്റ്റ് ഒന്നും പറ്റില്ല, ഇവിടെ അവർ സമ്പാദിക്കുന്നത് 3 കോടി രൂപയ്ക്കടുത്താണ്. ആ ടീച്ചർ ജീവിതകാലത്ത് 40 വർഷം അവർ പഠിപ്പിക്കുകയാണെങ്കിൽ 240 കുട്ടികളുടെ ഫ്യൂച്ചറിന് റെസ്പോൺസിബിൾ ആണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്നത് 700 കോടി രൂപയാണ്. 700 കോടി. ഇത് വളരെ എസ്റ്റിമേറ്റ്, വളരെ റിയലിസ്റ്റിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആണ്. ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. കേരളത്തിലെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾ, പിന്നെ പല ക്ലാസ്മേറ്റ്സും അവരിപ്പോൾ എന്ത് സമ്പാദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുക ഇതൊന്നും അല്ല. ഈ സാഹചര്യത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഒരു 25-30 വർഷം മുമ്പ് ഞാൻ എരുമേലി മുക്കൂട്ടറയിൽ ജനിച്ചു വളരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റോഡും ഇന്നത്തെ റോഡും തമ്മിലുള്ള വ്യത്യാസം. അവിടുത്തെ നാട്ടുകാർ കൺസ്യൂം ചെയ്തിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന, അതായത് മാസത്തിൽ ഒരിക്കൽ ഒരു കോഴിയെ വീട്ടിൽ നിന്ന് പിടിച്ച് തിന്നിരുന്ന മനുഷ്യന് ഒരു ദിവസം 100-150 കിലോ ഇറച്ചിയാണ് എൻ്റെ ഗ്രാമത്തിൽ മാത്രം വിൽക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു, നമ്മളൊക്കെ ചെലവഴിക്കുന്ന പൈസയുടെ വോളിയം മെച്ചപ്പെട്ടു. ഇത് പോരാഞ്ഞ് നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ, കറണ്ട്, റോഡ്, ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ മനുഷ്യണ്ടാക്കുന്ന 3 കോടി രൂപയുടെ ഒരു വിഹിതം ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു രാജ്യമാണ് ഒരു ടീച്ചർ ഉണ്ടാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പുരോഗതി ഒരു ടീച്ചറിന്റെ കയ്യിലാണ്, ഓരോ ടീച്ചർമാരുടെയും കയ്യിലാണ് ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 1998 ഞാൻ ആദ്യമായിട്ട് ഹൈദരാബാദിൽ വരുന്നത്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എംഫിലിന് ജോയിൻ ചെയ്യാനായിരുന്നു. അന്ന് മെഹദിപട്നം എന്ന സ്ഥലത്ത് നിന്ന് ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വെറും കല്ലുകാട് മാത്രമായിരുന്നു, പനമകൾ മാത്രമല്ല. അന്ന് ഗച്ചിബൗളി എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഹബ്ബ് അന്ന് വെറും ഒരൊറ്റ കടയായിരുന്നു. ഇന്ന് എത്ര ഫ്ലൈ ഓവറുകൾ! അത് ഓരോ സിറ്റിയിലും, ഇലക്ട്രോണിക് സിറ്റിയുടെ കേസ് എടുത്താൽ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് സർക്കാരുകൾ ചെയ്തതല്ല, ഓരോ ടീച്ചർമാരും ഉരുവാക്കി വിട്ടതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രീബി അല്ല, ചുമ്മാ കൊടുക്കുന്ന എന്തോ പിച്ച കൊടുക്കുന്നതൊന്നും അല്ല. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ SB കോളേജിൽ 1990 പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫീസ് അന്ന് സർക്കാർ അത് ഫ്രീ ആക്കിയായിരുന്നു. എന്നെപ്പോലെ എത്രയോ കുട്ടികൾ അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്തു. അത് ഒരിക്കലും വിദ്യാഭ്യാസത്തെ ലോസ് മേക്കിംഗ് എന്ന് കാണുന്നതാണ് ഏറ്റവും മൂഢന്മാരായിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ചില മുഖ്യമന്ത്രിമാർ ഇത്രയും മൂഢന്മാരാണ്. അവർ ഈ വിദ്യാഭ്യാസത്തെ ലോസ് മേക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇത്രയും മണ്ടത്തരം വേറൊന്നില്ല. ലോകത്തിൽ പുരോഗതിക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ സ്വീഡൻ, ഡെൻമാർക്ക്, ജപ്പാൻ, ഇങ്ങനത്തെ പല രാജ്യങ്ങളിലും, ജർമ്മനി, അവിടെയൊക്കെ അവർ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം കാണുന്നു. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് അവർ അത്രയും പൈസ അതിലേക്ക് ചെലവഴിക്കുന്നത്. കാരണം അവരുടെ രാജ്യത്തിന്റെ ഭാവിയാണ് അവർ. അതേസമയത്ത് അങ്ങനെ ചെയ്യാത്ത രാജ്യങ്ങളിൽ സിമ്പിൾ ആയിട്ട് ഒരു ട്യൂഷന് പോയി കഴിഞ്ഞാൽ അതിന് GST 18% ഒരു എഡ്യൂക്കേഷൻ സർവീസിന് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ടാക്സ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ GST ഉണ്ടാകുകയാണ്, നമ്മുടെ നോട്ട്ബുക്കിലല്ല. പക്ഷേ പേപ്പറിന് GST ഉണ്ട്, പ്രിന്റിംഗ് സർവീസിന് GST ഉണ്ട്, ഇങ്കിന് GST ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും അതുപോലും വിദ്യാഭ്യാസത്തെ പോലും പിഴിഞ്ഞെടുക്കുന്ന ഒരവസ്ഥ. അത് മാറി നമ്മുടെ വിദ്യാഭ്യാസം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ഒരു മൂലധനമായിട്ട് നമ്മൾ കണക്കാക്കി അതിന് മുന്നോട്ട് പോകേണ്ട കാര്യം. ഒരിക്കൽ കൂടെ നമ്മൾ പഴയ കണക്കിലേക്ക് വരുവാണ്. ഒരു ടീച്ചർ വെറും 6 കുട്ടികൾക്ക് മാത്രം ഒരു വർഷം ഉത്തരവാദിത്തമായിട്ടുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് 700 കോടിയുടെ അവസ്ഥയാണ്. ഒരു ടീച്ചറാണ് നേഷൻ ബിൽഡർ എന്ന് വിളിക്കേണ്ട വ്യക്തി അവരാണ്. അല്ല, പലരും പറയാറുണ്ട് ടീച്ചിങ് ക്രിയേറ്റ്സ് ഓൾ ദി അതർ പ്രൊഫഷൻസ്. അല്ല, അത് മാത്രമല്ല, ദേ ക്രിയേറ്റ് നേഷൻസ്. ഗുഡ് ടീച്ചേഴ്സ് ക്രിയേറ്റ് ഗുഡ് നേഷൻസ്. അങ്ങനെ അല്ലാത്ത ടീച്ചർമാരുണ്ട്, അവരെ കുറിച്ച് നമുക്ക് വേറൊരു ചെറിയ വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. അതുകൊണ്ട് ടീച്ചർമാർക്ക് വേണ്ട അർഹത കൊടുക്കുക. പലപ്പോഴും പ്രൈവറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് വളരെ തുച്ഛമായ സാലറി, ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്തിന്റെ ഒരു അംശം പോലും ബഹുമാനമോ സാലറിയോ ഒക്കെ ലഭിക്കുന്നില്ല.
ഇത് മാറേണ്ടതുണ്ട്. അത് ഓരോരുത്തരും മനസ്സിലാക്കുക, സർക്കാരുകൾ മനസ്സിലാക്കുക, ജനങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ നമ്മൾ നമ്മുടെ ഭാവി മുന്നോട്ട് പോകും.